TCP, IP, ICMP, HTTP, FTP, DHCP, DNS, DDNS, RTSP, RTP, NTP, UPnP, SNTP, IGMP, QoS, SSL, TLS, PPPoE, SNMP, ARP പോലെയുള്ള 100 കണക്കിന് പ്രോട്ടോക്കോളുകൾ, ലോകത്തുള്ള 36 ഭാഷകൾ, അതുപോലെ തന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, പെരിമീറ്റർ പ്രൊട്ടക്ഷൻ, ലൈൻ ക്രോസിംഗ്, ഫേസ് ഡിറ്റക്ഷൻ പോലെയുള്ള സ്മാർട്ട് ഇവന്റ് ഡിറ്റക്ഷൻ. നമുക്ക് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന ക്യാമറകളിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 512 GB SD കാർഡാണ്. അതും ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യും. സാധാരണ എല്ലാ ക്യാമറകളും 120 dB WDR ടെക്നോളജി ആണെങ്കിൽ ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത് 130 dB WDR ടെക്നോളജി. അങ്ങനെ ഹിക്വിഷന്റെ സ്കൂളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു വന്നേക്കണ നല്ലൊരു മിടുക്കൻ ക്യാമറയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ വരുന്നത് DS-2CD2047G2-LU എന്നുള്ളതാണ്. LU എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ U ഇല്ലേ, U സ്റ്റാൻഡ്സ് ഫോർ ഓഡിയോ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് 4mm ലെൻസ് ആയതുകൊണ്ട് 95 ഡിഗ്രി വൈഡർ ആയിരിക്കും. അതായത് ഹൊറിസോണ്ടലി 95 ഡിഗ്രി വൈഡർ ആണ്, വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ 51 ഡിഗ്രി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്യാമറ ഫുൾ ടൈം കളർ ക്യാമറയാണ്. ഹ്യൂമൻ വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, WDR ടെക്നോളജി സപ്പോർട്ട് ചെയ്യും, വെതർ പ്രൂഫാണ്. അതായത് IP67 വെതർ പ്രൂഫാണ്. മഴയത്തെ വെയിലത്തൊന്നും കൊണ്ടുവച്ചാൽ ഈ ഒരു ക്യാമറയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്യാമറയുടെ ആക്സസറീസ് ഒക്കെ നോക്കാം, എന്നിട്ട് ക്യാമറയെ പരിചയപ്പെടാം. നമുക്ക് വന്നിരിക്കുന്നത് ഒരു അലൈൻ കീ സെറ്റാണ്. ക്യാമറ നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു അലൈൻ കീ വേണം. അത് ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ അവർ തന്നിട്ടുണ്ട്. ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ് തന്നിട്ടുണ്ട്. ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ കേബിളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫ് ടേപ്പ് തന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ക്യാമറയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ബുക്ക് തന്നിട്ടുണ്ട്. സ്ക്രൂവും ഗ്രിപ്പും നമുക്ക് തന്നിട്ടുണ്ട്. ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ടെക്നീഷ്യന് സ്ക്രൂ അടിക്കാനുള്ള എളുപ്പത്തിന് ഒരു ഡ്രില്ലിംഗ് ടെംപ്ലേറ്റും തന്നിട്ടുണ്ട്. ഹിക്വിഷൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്രോഫോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന 2 ലൈറ്റുകൾ 40 മീറ്റർ നൈറ്റ് വിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള വൈറ്റ് ലൈറ്റുകളാണ്. ഈ ഒരു ക്യാമറയിൽ ANR എന്ന് പറഞ്ഞൊരു ടെക്നോളജി സപ്പോർട്ട് ചെയ്യും. എന്താണ് ANR? ANR സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് റെയിൻഫോഴ്സ്മെന്റ്. അതായത് ഈ ഒരു ക്യാമറയിൽ 512 GB മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ NVR DVR ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഈ ഒരു ക്യാമറ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ക്യാമറ എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു NVR വെച്ചുകൊണ്ട്, അതായത് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. നമ്മൾ ചില ആൾക്കാരൊക്കെ അതിനെ സെറ്റ് ഓഫ് ബോക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വെച്ചുകൊണ്ട് അതിലേക്ക് ഈ ഒരു ക്യാമറയുടെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യിപ്പിക്കാം. ഇൻ കേസ് നമ്മുടെ NVR ഫെയിലിയർ ആയിപ്പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നെറ്റ്വർക്ക് ഡിസ്കണക്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ക്യാമറകൾ ഏതാണ് നമ്മൾ വെച്ചേക്കണമെങ്കിലും ആ വീഡിയോ ഒന്നും ഈ ഒരു NVRലേക്ക് റെക്കോർഡ് ആവില്ല, നമുക്കൊന്നും കാണാനും കഴിയില്ല. പക്ഷേ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ നമ്മുടെ മെമ്മറി കാർഡ് ഇട്ടേക്കണോണ്ട് നമ്മുടെ മെയിൻ സ്റ്റോറേജ് ഡിവൈസ്, അതായത് NVR ഷട്ട് ഡൗൺ ആയി പോയാലും അല്ലെങ്കിൽ ഓഫ് ആയാലോ, ഇനി ആരെങ്കിലും ആ കേബിൾ മുറിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് പോകുന്ന കേബിൾ മുറിച്ച് കളഞ്ഞ് റെക്കോർഡ് ആകാത്ത രൂപത്തിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാമറയ്ക്ക് പവർ കിട്ടണം കേട്ടോ, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നെറ്റ്വർക്ക് റീഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ക്യാമറ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ക്യാമറയുടെ മെമ്മറി കാർഡിനുള്ളിൽ കിടക്കുന്ന വീഡിയോ പുഷ് ചെയ്ത് NVRലേക്ക് തന്നെ കൊടുക്കും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു റീസെറ്റ് സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് മെമ്മറി കാർഡ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇതിനെ അടയ്ക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞേക്കാം. മെമ്മറി കാർഡ് ഇട്ട ശേഷം ഈ ഒരു സാധനം അടയ്ക്കുന്ന സമയത്ത് ഓവർ ടൈറ്റായിട്ട്, നമ്മൾ ഈ ലോറിയുടെ ഒക്കെ ടയർ മുറുക്കുന്ന പോലെ ഓവർ ടൈറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ SD കാർഡ് ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വരും കേട്ടോ. ഈ ഒരു ക്യാമറ വളരെ മികച്ചതാണ് എന്ന് പറയാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനകത്തൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു 4 മെഗാപിക്സൽ കളർ ക്യാമറയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് സെൻസർ 1/1.8 ഇഞ്ച് ആയിരിക്കണം. 8 മെഗാപിക്സൽ കളർ ക്യാമറയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് സെൻസർ 1/1.2 ഇഞ്ച് ആയിരിക്കണം. ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന അതേ സൈസിലാണ് ഈ ഒരു ക്യാമറയുടെ ഇമേജ് സെൻസർ വന്നിരിക്കുന്നത്. അത് 1/1.8 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി നൈറ്റ് വിഷൻ ആയിരിക്കും ഈ ഒരു ക്യാമറയിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, സാധാരണ ക്യാമറകളിലുള്ള പോലെ തന്നെ
ഒരു 12 വോൾട്ട് പവർ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേബിൾ POE എനേബിൾഡ് ആണ്. നമുക്ക് POE സ്വിച്ചുമായിട്ട് ഈ ഒരു ക്യാമറയെ കണക്ട് ചെയ്തുകൊണ്ട് പവർ ചെയ്യാൻ പറ്റും. 6 വാട്ടാണ് ഈ ഒരു ക്യാമറയുടെ പവർ കൺസപ്ഷൻ വരുന്നത് കേട്ടോ. ഓവറോൾ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത്. ഈ ഒരു ക്യാമറയുടെ റേറ്റ് വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 9500 9000 ആ ഒരു റേഞ്ചൊക്കെയാണ് ഏകദേശം വരുന്നത്. എക്സാക്ട് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ.